ബൈജു, ഇതുപോലെ നിങ്ങൾ ഈ നേരത്തെ പറഞ്ഞല്ലോ ദുബായിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം, അതായത് യു എ. അവിടെ വെച്ച് എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും രസകരമായിട്ടുള്ള അനുഭവങ്ങൾ? രസകരങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ കുറേ ഉണ്ട്. പക്ഷേ അത് എല്ലാം നമുക്ക് അങ്ങനെ പറയാൻ പറ്റൂല. എന്നാലും ഇപ്പം നമ്മൾ ഈ എൻ്റെയും ബാബുവിൻ്റെ ഒരു സിമിലാരിറ്റി ആളുകൾ എപ്പോഴും പറയുന്ന കാര്യമുള്ള ഇതുപോലെ തന്നെ ബഹ്റിനിൽ അവിടെ ഇന്ത്യൻ സ്കൂളിൻ്റെ ഒരു ഓഡിറ്റോറിയം ഉണ്ട്, ഒരു വലിയ ഗ്രൗണ്ട് ഉണ്ട്. അവിടെ ആയിരുന്നു പ്രോഗ്രാം. ചേട്ടനൊക്കെ അവിടെ ചെയ്തിട്ടുണ്ടാവും, എല്ലാവരും ചെയ്തിട്ടുള്ള സ്ഥലം. അപ്പോൾ വന്നപ്പോൾ തൊട്ട് ഒരു ചേച്ചി, അപ്പോൾ ചേട്ടൻ ഒരു ചേച്ചി അനീത്തിയല്ല ചേച്ചി, മനസ്സിലായി. അപ്പൊ ചേട്ടനൊക്കെ അവിടെ ഉണ്ട്. ചേട്ടനല്ല, ആ ചേച്ചിയുടെ ചേട്ടൻ. അപ്പൊ ആ ചേച്ചി വന്നപ്പോ തന്നെ ഞങ്ങളുടെ നിങ്ങളുടെ പരിപാടി കാണാറുണ്ട് കേട്ടോ, ഭയങ്കര അഭിപ്രായം. അപ്പൊ മറ്റുള്ളവർ നോക്കുമ്പോൾ ഈ ചേച്ചിക്ക് ഞങ്ങളോട് ഭയങ്കര എടുപ്പം. അപ്പൊ ആ ചേച്ചി ഞങ്ങളുടെ ആരൊക്കെയാണെന്ന് വേറെ ആൾക്കാർക്ക് വിചാരിക്കണം. അപ്പൊ അവർ അങ്ങോട്ട് കയറില്ല, ഇപ്പൊ അവരവിടെ മേക്കപ്പാണ് എന്നൊക്കെ ആൾക്കാരെ ഇങ്ങനെ അങ്ങനത്തെ ചേച്ചി അത്രയും അടുപ്പം കാണി. പെട്ടെടുക്കാൻ ബൈജു ചായ എടുക്കട്ടെ, ബബുന് വേണോ, അങ്ങനെയൊക്കെ പറയണ. അപ്പം നമ്മൾ ചോദിച്ചു കമ്മിറ്റിക്കാരുടെ ആരെങ്കിലും ആയിരിക്കും സ്പോൺസേഴ്സ്. നമുക്കൊരു കൺഫ്യൂഷൻ. അങ്ങനത്തെ അഭിനയം ആട്ടാ ചേച്ചി. അതെല്ലാം പരിപാടിയെല്ലാം കഴിഞ്ഞ് പരിപാടിയൊക്കെ ഗംഭീരമായിരുന്നു. ജഗദീഷ് ചേട്ടനുണ്ട് എനിക്ക് തോന്നുന്നു ആ ഷോയ്ക്ക്. അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ചപ്പോൾ ഈ ചേച്ചി ഞാൻ പിടിക്കാൻ പെട്ടി ട്രോളി ബാഗാണല്ലോ ആ ചേച്ചി, ട്രോളി ബാഗ്. അപ്പോൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് നടന്നു. അപ്പം ഇങ്ങനെ കുറേ വേറെ പറയാൻ പോകുന്നത് വൈഫ് പറഞ്ഞിട്ടുണ്ടോ? വൈഫിനോട് പറഞ്ഞിട്ടുണ്ടെന്നാവോ? വേറെ ഒന്നുമില്ല, മറ്റേ ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കട്ട് ചെയ്തോളാം. ഓക്കെ. അപ്പോൾ ഈ വന്ന് ചേച്ചി വെട്ടിയെടുത്തു. ചേച്ചി വെട്ടിയെടുത്തു. അപ്പോൾ ഒരു പെട്ടിയെ പിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ പിടിച്ചോളാം എന്ന് പറഞ്ഞപ്പോൾ എല്ലാം പിടിച്ചോളാം നമ്മൾ കൊണ്ടു നടക്കാം. അപ്പോൾ അതിനിടക്ക് വേറെ ചുറ്റുമൊക്കെ വേറെ മലയാളികളൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് നമ്മുടെ കൂടെ സംസാരിക്കാനും ഒക്കെ. അപ്പോൾ ചേച്ചി അതിനിടക്ക് ഉറക്കെ ഒരാവശ്യമില്ല ആ ചേച്ചിക്ക് ആ ചോദ്യത്തിൻ്റെ ഉറക്കെ, നിങ്ങൾ ബ്രദേഴ്സ് അല്ലേ? ആര്? ആ ചേച്ചി. അപ്പോൾ ആരൊക്കെ? ബൈജു, ബാബു ബ്രദേഴ്സ് അല്ലേ? അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അല്ല. എന്നാൽ നിങ്ങൾ കസിൻസ് ആയിരിക്കും. അപ്പം അല്ല. അപ്പം ആ ചേച്ചി ഇങ്ങനെ ആലോചിച്ചട്ടെ, എന്നാൽ നിങ്ങൾ അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടിലായിരിക്കും. അപ്പം ഈ നിൽക്കുന്ന ആൾക്കാർ കംപ്ലീറ്റ് ചേച്ചിനെ നോക്കിയിട്ട് ചിരിക്കാൻ തുടങ്ങി. അപ്പൊ ഈ ചേച്ചി ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. അപ്പൊ ശരി ഓക്കെ. അങ്ങനെ ഞങ്ങൾ ചിരിച്ച് ചത്ത്. കാരണം ഇതാണ് പറയുന്നത്, ഒരുപാട് അടുപ്പം വെക്കരുതെന്ന്. അതെ, അടുപ്പം കുഴപ്പമാണ് എപ്പോഴും, ഗ്യാപ്പ് അല്ലേ? അതല്ല, ഈ ചേച്ചിയായിട്ടൊക്കെ അടുപ്പം വെക്കുമ്പോഴത്തേക്ക് ഈ ചോദ്യങ്ങൾ ഇങ്ങനെയൊക്കെ വരും. ഇതിവിടെ നിന്ന് അവിടെ വെച്ച് നിന്ന്. അല്ല, ഏതായാലും ദുബായ് ആണല്ലോ നിങ്ങളുടെ ഇഷ്ടമുള്ള സ്ഥലം. അതെ, ഓക്കെ. അപ്പം അടുത്ത 4ാമത്തെ ചോദ്യമാണ്. ഓക്കെ, ഒരു വീഡിയോ കാണാം. മോളെ കൃഷ്ണമൂർത്തി വീടല്ലേ ഇത്? കൃഷ്ണമൂർത്തി ടെലിഗ്രാം ഉണ്ടല്ലോ. കൃഷ്ണമൂർത്തി മാമാക്ക് ടെലിഗ്രാം. എവിടെ വീഡിയോ കണ്ടു. ഈ ദൃശ്യത്തിൽ അഭിനയിച്ച ആർക്കെങ്കിലും ക്ലാസ്മേറ്റ് എന്ന സിനിമയായി ബന്ധമുണ്ടോ? എ ഉണ്ട്, ബി ഇല്ല, സി മറ്റൊരു സിനിമയുമായിട്ടാണ് ബന്ധമുള്ളത്. ഉണ്ട്. എനിക്ക് എൻ്റെ ഒരു ചെറിയൊരു ഡൗട്ടാണ്. പക്ഷേ എ ഉണ്ട്. എ ഉണ്ട് ഞാൻ എടുത്തിട്ട് പൂട്ടി. ഇനി പറയൂ. രാധിക ചെറുപ്പം ആണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ആ കൊച്ച് അല്ലേ? ഉത്തരം ശരിയാണെന്ന് പറയണ്ടേ? അതല്ലേ ആദ്യം പറയണ്ടേ? എ ഉത്തരം ഉണ്ട് എന്ന് പറഞ്ഞു. ഉണ്ട്. പക്ഷേ ഉണ്ട് ശരിയാണ്. മാത്രവുമല്ല, ഇതിലെ ബാലനടിയായി അഭിനയിച്ച രാധിക എന്ന പെൺകുട്ടിയാണ് പിന്നീട് ക്ലാസ്മേറ്റിൽ അഭിനയിച്ചിരിക്കുന്നത്. യു ആർ റൈറ്റ്.